പലപ്പോഴും രക്ഷിതാക്കൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയത്തെ മുന്നിലോട്ട് കൂടെ നിന്നിട്ട് അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ നല്ല സേഫ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ കൂടെ ഉണ്ട്, പിന്നെ അവർക്കൊന്നും വരാനില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ്. ടെക്നോളജിക്കലി ഫാസ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഇന്നത്തെ ലോകത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരു നോർമൽ സ്കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്നുള്ളതും ആ മിസ് ചെയ്യുന്ന ഫാക്ടേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിൽ പ്രൊവൈഡ് ചെയ്യുക, അതിനേക്കാളേറെ അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ടാണ് എയ്ഫർ എഡ്യൂക്കേഷൻ ഹാപ്പി സ്കൂൾ എന്നുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിലാണ് നമ്മളിന്നുള്ളത്. നമ്മുടെ കുട്ടികളെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആക്കുക എന്നുള്ളതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് ലോക്കസുകളാണ്. ഒന്ന് പാരൻ്റ് എന്ന് പറയുന്നത്, അതുപോലെ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ അങ്ങനെയുള്ള രണ്ട് അടിപൊളി ആളുകളാണുള്ളത്. ആസ് എ പാരൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കിഡി സ്കൂപ്പ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ബിയോണ്ട് അക്കാഡമിക്സിലേക്ക് കുട്ടികൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ ഷമീമാണുള്ളത്. വെൽക്കം. അതോടൊപ്പം തന്നെ നമുക്കുള്ളത് അബ്ദുൽ ഷുക്കൂർ മാഷാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന, 14 വർഷത്തിലധികമായിട്ട് ഹയർ സെക്കൻഡറി സൈക്കോളജി ടീച്ചറായിട്ടുള്ള, നമ്മൾ ഈ പറയുന്ന കുട്ടികൾക്ക് ബിയോണ്ട് സ്കൂളിന് അപ്പുറത്തേക്കും ഒരുപാട് കാര്യങ്ങൾ കിട്ടണമെന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്ന, പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരാളാണ്. സോ അഗെയിൻ വെൽക്കം ഷുക്കൂർ സാർ. താങ്ക് യു. അപ്പോൾ ഷുക്കൂർ സാർ, നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെയൊക്കെ സംസാരിച്ച സമയത്ത് ഷുക്കൂർ സാർ എക്സ്പീരിയൻസ് ഷുക്കൂർ സാർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ മേ ബി ഇറ്റ് സീംസ് കേപ്പബിലിറ്റീസ് പോലും നമ്മുടെ മുമ്പത്തെ ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ടേക്ക്? അത് എന്തുകൊണ്ടായിരിക്കും? നോക്കൂ, നമ്മൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികൾ ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈസിലേക്ക് പോകാൻ നിർബന്ധിതരാവുകയാണ്. അതാണ് നമ്മൾ ഇന്നലെയും ഒരു പോഡ്കാസ്റ്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായി. അതായത് കുട്ടികളെ ഞാൻ ഒരിക്കലും അതിൽ തെറ്റ് കാണുന്നില്ല, കാരണം കുട്ടികൾക്ക് വേറൊരു മോഡൽ കാണിച്ചു കൊടുക്കാമല്ലേ. ആ സമയത്താണ് ശരിക്കും അങ്ങനെ വേറൊരു മോഡൽ കാണിച്ച ഒരാൾ നമ്മുടെ അടുത്തുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അതിന് മറുപടി പറയുന്നതിനേക്കാളും നല്ലത് നിസ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ സപ്ലിമെൻ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലം നിങ്ങളെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ ജന്മനായ ചോദ്യം തന്നെ ആദ്യം ചോദിക്കാം. ഈ ഒരു യാത്ര ഇത് പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായതാണോ, അതോ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു? യാത്ര എന്ന് പറയുമ്പം ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണ ടൈമിലാണ്. അപ്പം അവർ കൂടുതലും മൊബൈലിലേക്ക്, കാരണം ക്ലാസ് ഓൺലൈൻ ആയിരുന്നു, അപ്പം അവർ അതിലേക്ക് മാറുന്നു. പിന്നെ ഹസ്ബൻഡും കുറച്ച് ഫ്രീ ആയിരുന്നു. ആ ഒരു ടൈമാണ് ഞങ്ങൾ ഇങ്ങനൊരു ഐഡിയ മനസ്സിലോട്ട് വന്നത്. കാരണം ഫോണിലേക്കും അല്ലെങ്കിൽ ഡിജിറ്റലിലേക്ക് കുട്ടികൾ അങ്ങനെ പോവാതെ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസും കൂടെ എൻഗേജ്ഡ് ആക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞങ്ങളങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇങ്ങനെ 2-3 വർഷമായിട്ട് അതിൻ്റെ പുറകെ നല്ല കഠിനമായിട്ട് പരിശ്രമിച്ചു. ഇതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ വീട്ടമ്മമാരും മാത്രമല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്ന മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്നത്. അത് സ്വതവേ നമുക്കറിയാമല്ലോ, കുട്ടികൾ വൈബ്രൻ്റ് ആണ്, കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, അവരെന്തും ചെയ്യും, അവർക്ക് എന്തും ചെയ്യാൻ ധൈര്യമുണ്ട്. ഭയം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി മുതിർന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനം. അവിടെ ഭയമില്ലാതെ ഈ കുട്ടികളോട് അത് ചെയ്തോ എന്ന് പറയാനുള്ള ഒരു ധൈര്യം, അത് ശരിക്കും നിങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നോ, അതോ പിന്നീട് വീഡിയോ പ്രൊഡക്ഷൻ വന്നപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഇൻറ്റൻസീവായിട്ട് കൊണ്ടുവന്നാണോ? അതെ, ആദ്യം എനിക്കും പേടിയായിരുന്നു. എല്ലാ പേരൻറ്റും, എല്ലാ അമ്മമാർക്കും, ചിലപ്പോൾ അച്ഛന്മാർക്ക് കുറച്ചും കൂടി വലുത് കാണും, അമ്മമാരെ പോലെ തന്നെയായിരുന്നു ഞാൻ. ഇവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ വീഴുവോ എന്നൊക്കെയുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂടെ നിന്നിട്ട് അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ നല്ല സേഫ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ കൂടെ ഉണ്ട്, പിന്നെ അവർക്കൊന്നും വരാനില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ്. ആ തിരിച്ചറിവുകൾ കൂടെ പറയുമായിരുന്നില്ലേ? നമ്മൾ സാധാരണ ഉള്ളൊരു ഫിസിക്കലി ആക്റ്റീവ് ആകാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ പറയുന്ന നോക്കൂ, എല്ലാ വീടുകളിലൊന്നും സൈക്കിൾ ഉണ്ടാവും. ഈവൻ ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്ക് പോലും സൈക്കിൾ ഉണ്ടാവും. പക്ഷെ ആ സൈക്കിൾ കുട്ടി എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, കുട്ടി ആദ്യത്തെ സൈക്കിൾ എടുക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ഡയലോഗ് എന്താ? വീഴരുതേ, സൂക്ഷിച്ചു പോണേ, അല്ലേ? അപ്പോൾ ആ ഒരു സാധാ ഒരു ജനറൽ സൈക്കിൾ ഓടിക്കുമ്പോൾ തന്നെ കുറേ ഇത്തരത്തിലുള്ള പുറകോട്ട് വലിക്കുന്ന ആ ഭയത്തിൽ നിന്നുണ്ടാവുന്നിടത്ത്
ഒരു സാധാ സൈക്ലിംഗ് അല്ല, ഇവർ സൈക്കിൾ കൊണ്ട് അഭ്യാസം കാണിക്കുകയാണ്. നോക്കൂ, കൊറോണ എന്ന് പറയുമ്പോൾ കുറേയും കൂടി ഒരു 5 years ബാക്കാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ആളൊക്കെ ചിലപ്പോൾ അന്ന് UKG അങ്ങനെ ആയിരിക്കും അത്രേ ഉള്ളൂ അല്ലേ? ആ ഒരു സമയത്ത് അങ്ങനെ ഇവരെ പെർഫോം ചെയ്യാനുള്ള ധൈര്യം, അതിന് മുമ്പേ ഇവര് സൈക്കിൾ അഭ്യാസങ്ങളൊക്കെ കാണിക്കും. ഇല്ല സൈക്കിൾ ഓടിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ അവരെന്തെങ്കിലും ഒന്ന് സ്പോർട്സിലെ ഏതെങ്കിലും ഒരു സ്പോർട്സിലോട്ട് നമ്മൾ കൊണ്ടുവരണം. കാരണം ഹസ്ബൻഡ് സ്പോർട്സ്മാനാണ്, അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ ആ ഒരു ഇതിലാണ് ആ ഒരു ഇതിലേക്ക് നമ്മൾ വന്നത്. സ്പോർട്സ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എനിക്കും, ഞാൻ വലിയ സ്പോർട്സ് ഒന്നും അല്ലെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഫിസിക്കലി അത്ര ആക്റ്റീവ് അല്ലെങ്കിലും, പക്ഷെ ഇപ്പൊ അവരുടെ കൂടെ നിന്നിട്ട് എനർജി നമുക്ക് അവരുടെ കൂടെ ഞാനും പഠിച്ചു വന്നതാണ്. എല്ലാ പേരന്റിനും പറ്റും, ആരും എന്നെ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ തന്നെ പിച്ചടിച്ച് പഠിച്ചു വരാൻ പറ്റും. എനിക്ക് മറ്റൊരു കൗതുകം ഞാൻ നേരത്തെ നമ്മൾ ഷെയർ ചെയ്ത് തോന്നുന്നു, ഇവരുടെ ഈ ഒരു ഫുൾ ടൈമുള്ള ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ, ആ എനർജി ലെവലിൻ്റെ ഒപ്പം തന്നെ ഇന്ന് മിക്ക രക്ഷിതാക്കളും ഭയപ്പെടുന്ന ഒരു കാര്യം ഒരു സ്മാർട്ട്നെസ് ഇല്ല കുട്ടി. കാരണം ഈ ഡിജിറ്റൽ ഡിവൈസിലായി മനുഷ്യരോട് ഇൻട്രാക്ട് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം നമ്മളെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ 2 സംശയമാണ് ഞാൻ ഒപ്പം വെക്കുന്നത്. ഒന്ന്, ഇവർ ഫിസിക്കലി ആക്റ്റീവ് ആയപ്പോൾ സ്മാർട്ടായതാണോ, അതോ ഓൾറെഡി അവർ സ്മാർട്ട് ആയതുകൊണ്ട് ഫിസിക്കലി ആക്റ്റീവ് ആയതാണോ? അവർ സ്മാർട്ടായിരുന്നു ഓൾറെഡി, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. സ്മാർട്ടാന്ന് വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ റെസ്ട്രിക്ഷൻസ് വെക്കാറില്ല. കുഞ്ഞിലാണെങ്കിൽ പോലും ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ കൊടുക്കുന്ന ഒരു ഫിയർ ഇല്ലേ, അത് ഞങ്ങൾ അത്ര അങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്യാറില്ലായിരുന്നു. പിള്ളേർ വീഴുവാണെങ്കിൽ പ്ലാൻ തന്നെയായിരുന്നു നിങ്ങൾ ഹസ്ബൻഡ് നിങ്ങളോ, അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചു? അങ്ങനല്ല, ഒരേ വൈബിളിലെ രണ്ടാൾക്കാരായപ്പോ സംഭവിച്ചു. ഇക്ക കുറച്ചും കൂടി സ്പോർട്സ്മാനാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം പുള്ളി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, അപ്പൊ അങ്ങനെ മതി, അവരൊന്ന് വീണെങ്കിൽ ഓടി ചെന്നിട്ട് നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഒരു വലിയ പ്രോബ്ലം ഇല്ലാത്തതാണെങ്കിൽ അവർ തന്നെ എഴുന്നേറ്റ് വന്നോളും. അപ്പൊ ആദ്യമൊക്കെ എനിക്കത് അക്സെപ്റ്റബിൾ ആകത്തില്ലായിരുന്നു, പക്ഷെ ഗ്രാജുവലി ഞാൻ അതിലോട്ട് വന്നതാ. അപ്പം നമുക്ക് നോക്കുമ്പോൾ കറക്റ്റാണ്. അപ്പൊ അവർക്ക് വന്ന ഗുണം എന്താന്ന് വെച്ചാല്, അവർക്കൊരു ചെറിയ ഒരു സാധനം എന്തെങ്കിലും സംഭവിച്ചാൽ അവരത് കാര്യമാക്കാറില്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ആ ഒരു ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യം. ഇതിലേക്ക് ഒരു അഡീഷണൽ ആസ്പെക്റ്റിൽ ഇപ്പം നമുക്കൊക്കെ നമ്മുടെ മക്കളെയും നമ്മളിങ്ങനെ ഓരോരോ ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഈ സെറ്റ് ബാക്ക് ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പലരും ഇങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് പോകും, പക്ഷെ ആദ്യത്തെ ഒരു വീഴ്ച ഉണ്ടാവും, ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ കുട്ടികളും നിർത്തും, അതിനേക്കാളേറെ അമ്മമാരും ഫിയർഫുള്ളായിട്ട് അതിൻ്റെ മോനെ കൊണ്ട് പറ്റൂല. അപ്പം ഈ റോളർ സ്കേറ്റിംഗ് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് മാനേജ് ചെയ്തിട്ടുണ്ടാവും? ഐ മീൻ, അതായത് ഒരുപാട് സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടില്ല, നമ്മൾ ഓൺ സ്ക്രീനിൽ നമ്മൾ ഇതൊന്നും കാണില്ല, പക്ഷെ ഒരുപാട് സെറ്റ് ബാക്കുകൾ, ഒരുപാട് വീഴ്ചകൾ, ഒരുപാട് സംഭവങ്ങൾ. അപ്പം സ്റ്റിൽ ആ സമയത്ത് എങ്ങനെ ഇത് മാനേജ് ചെയ്ത്, എങ്ങനെ ഐ മീൻ മോർ ദാൻ നിങ്ങൾ മാനേജ് ചെയ്തു, അതുപോലെ തന്നെ ആസ് എ മദർ അവരെയും മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഞാനൊക്കെ ചിലപ്പോൾ എൻ്റെ മോനോട് ചില കാര്യമൊക്കെ ചെയ്യിക്കുമ്പോൾ അപ്പോൾ എന്നെ കൊണ്ട് നടക്കൂല, ഞാൻ തോറ്റു, ഏകദേശം ഇത് ഏജൊക്കെ തന്നെയാണ്. ഹൗ യു മാനേജ്ഡ് ആൻഡ് ആ ജേണി കണ്ടിന്യൂ ചെയ്തു ഈ ഒരു സ്റ്റേജ് വരെ എന്നുള്ളത്? അപ്പോൾ അവരോട് ഞാൻ ഏറ്റവും കൂടുതൽ, ഞങ്ങൾ രണ്ടുപേരും നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒന്ന് തിരുത്തണം വരെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ഇത് പണ്ട് മുതലേ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഒന്ന് ഫോൾട്ട് വന്നു, പ്രാക്ടീസ് ചെയ്യും, ഉറപ്പായിട്ട് വീഴും. വലിയ കാര്യമായ അപകടങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും പക്ഷെ വീഴാറൊക്കെ ഉണ്ട്. അവര് വീണെന്ന് പറഞ്ഞെങ്കിലും അവർക്കത് ഫുൾ അവർക്കപ്പം അത് ഒരു വീഡിയോ എടുത്ത് അത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അപ്പം അവരതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. അത് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ്. അവരിപ്പോൾ ഒന്ന് കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് കൂടുതലും ചുമ്മാ ഇരിക്കാൻ ഒരാഗ്രഹമുള്ളവരായിരിക്കും. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിൽക്കുവാണെങ്കിൽ അത് ഒരുവിധം മാറ്റിയെടുക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ഇത്രയും നേരം സംസാരിച്ചെന്ന് രക്ഷിതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഈ ഹാപ്പിനെസ് ഉണ്ടാവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് കുട്ടികൾ ആക്റ്റീവ് ആകണം, ഹാപ്പിനെസ് ഉണ്ടാവണം. പക്ഷെ നമ്മൾ ആ ഭയം എന്ന് പറയുന്നതിന് മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ അല്ലേ, എല്ലാ കുട്ടികളും ഇതേപോലെ വൈബ്രന്റ്. ഞാൻ രാവിലെ മുതൽ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് കാണുന്നു, ഇടവേളകളിലൊക്കെയും കാണുന്നു, നമ്മളിങ്ങനെ കൊതിയോടുകൂടി കാണുന്ന. കാരണം എല്ലാ രക്ഷിതാക്കളും ഇന്ന് ആഗ്രഹിക്കുന്നത്, ഇപ്പം നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും അല്ലേ, നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വളരെ ഡിജിറ്റലി നമ്മൾ മുന്നോട്ട് പോയ കാലത്ത് പഠിത്തത്തെക്കാൾ കൂടുതൽ സ്മാർട്ടായ, ഫിസിക്കലി ആക്റ്റീവായ ഇത് രണ്ടും നമ്മൾ ഇവരുടെ അടുത്ത് കാണണം. ഞാനൊരു ഓർമ്മ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു സാഫ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു അവർ ഒരുമിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും മുതിർന്ന ഒരാളെ കാണുമ്പോൾ അവർ വന്നൊരു രീതി ഉണ്ട്, അനീസ്ക്കൊക്കെ അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. അതായത് അവർ ആദ്യം വിഷ് ചെയ്യുന്നു, അദ്ദേഹം തിരിച്ച് വിഷ് ചെയ്യുന്നു,
വരാമോ എന്ന് ചോദിക്കുന്നു. പുള്ളി വാ എന്ന് പറയുന്നു. വന്നു കഴിഞ്ഞ് ഒരു വളരെ മുതിർന്ന വളരെ കൃത്യമായ ബോണ്ടുള്ള രണ്ടാളുകളെ പോലെ കൃത്യമായി സംസാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളോടൊക്കെയും എല്ലാവരുടെ അടുത്തും ഒരു ഇൻട്രാക്ഷൻ തരുന്നു. എന്നിട്ട് തിരിച്ച് അവരതേപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, ഫിസിക്കലി ആക്റ്റീവ് ആകുന്നത് കൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണിത്. ഫിസിക്കലി ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് സ്പോർട്സ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു ഗുണം. പക്ഷേ ഇതോടൊപ്പം പലപ്പോഴും രക്ഷിതാക്കൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയത്തെ മുന്നിൽ വെക്കും. ആ ഭയം ഇവർ പറഞ്ഞ വാക്കുകളിൽ തന്നെ അതാണ്. അതിന് രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫും ഒരേപോലെ മാറ്റി വെച്ചപ്പോഴാണ് ഈ കുട്ടികൾ ഈ രീതിയിലേക്ക് വന്നത്. അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എല്ലാ രക്ഷിതാക്കൾക്കും ഇത് പോസിബിളാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ പറയുന്ന ഒരു ഭയം ഉണ്ടാവും. അവിടെ നേരത്തെ അനീസ്ക്ക് ചോദിച്ചതിനോട് സപ്ലിമെൻ്റ് ചെയ്തൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ്, ഓക്കെ ഫൈൻ, കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ അത് എടുക്കുന്നു. വാട്ട് അബൌട്ട് ദ അതർ ഫാമിലി മെമ്പേഴ്സ്? യൂഷ്വലി പലപ്പോഴും ഹസ്ബൻഡോ വൈഫോ ഏതെങ്കിലും ഒരാളൊക്കെ ഇതേപോലെ ധൈര്യം കൊടുക്കുമ്പോഴും അവരിങ്ങോട്ട് വലിക്കുന്ന ഒരു ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. ഇനി ഇത് പറഞ്ഞു തരില്ല എന്തെങ്കിലും പ്രശ്നം? കാരണം ഗ്രാൻഡ് പേരൻസ് അത് അവര് ഒരിക്കലും ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അവര് വേറെ നന്നാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നില്ല. അവർക്ക് മറ്റേ കുഞ്ഞു സ്നേഹം കൂടുതൽ. പക്ഷെ അതിനെ നമ്മളൊന്ന് മാറ്റി നിർത്തിയെങ്കിൽ മാത്രം. ഞങ്ങളോട് അവർക്ക് എല്ലാവർക്കും ദേഷ്യമായിരുന്നു. പിന്നെ എന്റെ പേരൻസിന് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു. അപ്പൊ അവരും കൂടെ എൻകറേജ് ചെയ്യും. ഇക്കാടെ വീട്ടുകാർക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവരത് ചെയ്തു വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാവരും നമ്മുടെ തുടക്കത്തിൽ പേരൻസ് ഗ്രാൻഡ് പേരൻസ് മാത്രമല്ല സമൂഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ അതില് നമ്മൾ തളരാതിരുന്നത് ഞങ്ങളുടെ ഭാഗ്യം. മെന്റലി ഞങ്ങൾ അത് പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെവിടെ എത്താതായി പോയത്. ഞാൻ ഇവരുടെ കമന്റ് സെക്ഷനിൽ ഇടയ്ക്ക് ഫ്രീ ആവുന്ന സമയത്ത് ചില ആൾക്ക് വൻ ഉപദേശമാണ്, ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യാമോ, ഞങ്ങൾ അല്ലേ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപദേശം. അങ്ങനെ ആരെങ്കിലും അത്തരത്തിൽ നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി ഹാഷായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കുട്ടികളെ 18 വയസ്സിന് താഴെന്ന് എപ്പോഴും വിളിച്ചിട്ടൊന്നും നമ്മൾ ഇന്നലെ സംസാരിച്ച ഓർമ്മയില്ലേ, ആളുകൾക്ക് ഈ കിട്ടുന്ന റിവാർഡ് എന്ന് പറയാം, റിവാർഡാണ് ശരിക്കും ഒരാളെ സെൽഫ് എസ്റ്റീമിനെ വളർത്തില്ലേ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഈ കുട്ടികൾക്ക് ഇപ്പം ഈ പറയുന്ന അവരെക്കുറിച്ച് കൺസേൺ ആയ ഗ്രാൻഡ് പാരൻസ് പിന്നീട് ബാക്ക് ഓഫ് ചെയ്തതിൻ്റെ ഒരു കാരണം ഈ റിവാർഡ് ഓരോ ദിവസം കൂടി വരികയാണ്. അതിന്റെ ഒരു സൈഡ് മാത്രമാണ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഫിനാൻസ് എന്ന്. അതിനേക്കാൾ പ്രൗഡ് ആവുക അല്ലേ, നിങ്ങള് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെ പോലെ തന്നെ ചുറ്റുമുള്ളവരും പ്രൗഡായി. അപ്പൊ അതാണ് അവർക്ക് തിരിച്ചറിവുണ്ടായി. പിന്നെ ബാക്കിയുള്ളവരത് നോക്കുന്ന അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് കൂടെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പലരും ഇത് ഡയറക്റ്റായിട്ട് ചെയ്യാന്നുള്ളൊരു ധാരണയിലാണ്. അതായത് ഇതൊരു ഒരുപാട് കാലത്തെ എഫേർട്ടാണെന്ന് ഒരിക്കലും സ്ക്രീനിൽ കാണുന്നല്ലോ. ഇപ്പം ഞാനിപ്പം മുമ്പ് സ്കൈ ഡൈവ് ഒക്കെ ചെയ്യുന്ന സ്കൈ ഡൈവിൻ്റെ സമയത്തൊക്കെ എങ്ങനെ ഓരോക്കെ സ്കൈ ഡൈവ് ചെയ്യുന്ന ഇവരൊക്കെ വ്യൂവില്ല, പക്ഷേ അതിനൊക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ് അടുത്ത സ്റ്റേജ് അടുത്ത്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരുപാട് പ്രശ്നമുണ്ടാവാത്ത ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ടാവും, ചെറിയ ചെറിയ പ്രാക്ടീസുകൾ നടത്തിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റൂളുകളുണ്ട്. ഓക്കെ, നോർമലി നമ്മളെ പാർക്കർ എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഗിയറുകൾ സേഫ്റ്റി ഒക്കെ ചെയ്തിട്ടാണുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ നാട്ടിലത്തവർ കരുതുന്നത് അവരിപ്പം സൈക്കിൾ ഔട്ടുന്ന പോലെ ആ സൈക്കിൾ എടുത്തിട്ടങ്ങ് മറിയാ എന്നുള്ള ഒരു ധാരണ. അതായത് ഈ അഡ്വഞ്ചറസ് സ്പോർട്സിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പൊതുവെ അതൊരു സ്റ്റേജ് വൈസ് ആയി ഡെവലപ്പ് ചെയ്തിട്ട് സംതിങ് ലൈക്ക് നോർമലി നമ്മൾ പഠിക്കുന്ന പോലെ, ഇപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന പോലെയുള്ള ഒരു പ്രോസസ്സാണ് അത് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് കുറവുണ്ടെന്ന് ഫീൽ ചെയ്യുന്നു. കാരണം പക്ഷെ ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് മുതലുള്ളവർക്ക് നമ്മുടെ വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ ഓരോ അപ്ഡേഷൻസും വീഡിയോസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ആ ഒരു നെഗറ്റീവ് പറയത്തില്ല. പിന്നെ കുറച്ച് ഏജ് ഉള്ളവരാണ്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, വേഗം കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മളെ ബേസിക് സാധനം ഭയമാണ്. ആ ഒരു കുട്ടി ഇപ്പൊ ഈ മക്കളെ പ്രായമുള്ള ഏത് കുട്ടികളും നിങ്ങൾ വീടുകളിൽ നോക്കൂ, വാതിൽ ഇങ്ങനെ കൈവച്ചിട്ട് സ്പൈഡർമാൻ കയറുന്ന പോലെ കയറും. ആ ഒന്നാമത്തെ കൈ വെക്കുമ്പോൾ തന്നെ അശരീരി വരുന്നത് എന്താണ്, ചിലപ്പോൾ കാണുന്ന പോലും ഉണ്ടാവില്ല, കിടക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കും ആ ഒരു അശരീരി വരും, എന്ത് വീണു പോകും എന്നുള്ള. ആ ഭയത്തെ മറികടക്കാൻ കഴിയുകയും ആ ഭയത്തെ മറികടന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് കൃത്യമായ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ടാവുകയും നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഘട്ടം ഘട്ടമായ ഒരു ട്രെയിനിങ് അല്ലേ, ഓരോ ഘട്ടം കടന്നാണ് അവിടെ എത്തി. അനീസ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇവരങ്ങനെ കോപ്പി ചെയ്ത് അപകടമുണ്ടാക്കിയ കേസുകളൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല. എൻ്റെ റീസൺ എന്താ അറിയോ, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഭയമാണ്. ഇത്
നോർമലി ഒരു സൈക്കിൾ ഓടിക്കാൻ തന്നെ എത്രയോ വീടുകളിൽ സൈക്കിൾ തുരുമ്പെടുത്ത് അതെ അതെ. സാധാ നോർമൽ സൈക്ലിംഗ് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. പുതിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്ത് കൂട്ടി അതുപോലെ വെച്ചിരിക്കുന്ന ഒത്തിരി വീടുകളുണ്ട്. കുട്ടികൾ പറയാറുണ്ട്, കാരണം പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല. അതും പേടി. ശരിക്കും ഈ പേടി കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവരെന്തെങ്കിലും ആവണമെങ്കിൽ ആദ്യമേ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് പേരൻസ് ആണ്. അവര് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ഇതിൽ ഇപ്പം മക്കളുടെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ ഈ ഒരു സ്റ്റേജിലെത്തിയാൽ ഇപ്പം നിങ്ങളൊരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, പ്രാക്ടീസുകൾ, ട്രെയിനിങ്ങുകൾ, സംഭവങ്ങൾ. അപ്പോൾ നമ്മളെ പാരൻസിനും ഇപ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ അത് ഏത് സ്റ്റേജിൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയല്ലോ മക്കളെ വളരെ ചെറുപ്പത്തിൽ 1-2 അവരവരെ ഇഷ്ടത്തിന് പോട്ടെ, നമ്മൾ അവരൊരു സിസ്റ്റത്തിലേക്ക് ആക്കാനായിട്ടില്ല ഒരു ട്രെയിനിങ്. അപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കോവിഡ് അതിലൊരു ഫാക്ടറാണെന്ന് മനസ്സിലാവുന്നു. നമ്മൾ മക്കളെ ഒന്നുകൂടി ഒരു സ്ട്രക്ചേർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഓക്കെ, സ്ട്രക്ചേർഡ് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ പെർട്ടിക്കുലർ ഏരിയാസിലൊക്കെ എക്സ്പേർട്ട് ആവുന്ന രീതിയിലാക്കാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല? അറ്റ്ലീസ്റ്റ് നിങ്ങളെ മക്കൾ ഏത് ഏജ് തൊട്ടിട്ടായിരിക്കും ഒരു 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 സിഗ്നിഫിക്കൻറ്റ് ഒരു എഫേർട്ട് പാരൻസിൻ്റെ അടുത്ത് നന്നാവുമെന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഞാൻ പറഞ്ഞിട്ട് ഒരു 3 വയസ്സ് തൊട്ട് നമ്മൾ ആ ഒരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ 10 വയസ്സിനുള്ളിൽ അവർ ഉറപ്പായിട്ടും ഇൻഡിപെൻഡന്റ് ആവും. അത് നമുക്ക് പേടിയാ, കുഞ്ഞാണല്ലോ എന്നുള്ളൊരു കൺസേൺ നമ്മൾ മാറ്റി വെക്കാൻ തയ്യാറാവണം. ഈ കുഞ്ഞു പ്രായത്തിൽ അവർക്ക് വേഗം എല്ലാം പഠിക്കാൻ പറ്റും. ഓരോ സ്പോർട്സ് ആണെങ്കിലും ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും വളരും തോറുമാണ് അവർക്ക് ഈ പേടി വരുന്നത്. അപ്പം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവർ വേറെ ഒന്നും ചിന്തിക്കത്തില്ല, അവർ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വേഗം പഠിപ്പിച്ചെടുക്കാനും അവർക്ക് ആ ഒരു പേടി മാറ്റിയെടുക്കാനുള്ളൊരു സമയം 3 തൊട്ട് ഒരു 7 വയസ്സിനുള്ളിൽ ചെയ്യുവാണെങ്കിൽ പറ്റും എന്നാണ്. നിസ പറഞ്ഞതിന് ഞാനൊന്ന് സിംപ്ലി സപ്ലിമെൻ്റ് ചെയ്ത് പറയാം. നമ്മളെ സ്നേഹം കൂടുതലും കൊണ്ട് നമ്മൾ വലിക്കുകയാണ് ചെയ്യുക സാധാരണ കുട്ടികളെ. വലിക്കാതെ ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ സ്റ്റഡീസൊക്കെ പറഞ്ഞത്. കുട്ടികളെ ശീലങ്ങൾ രൂപപ്പെട്ട് തുടങ്ങുന്ന ഒരു പ്രായമാണ് ഈ 3 വയസ്സ് മുതൽ. ആ സമയം മുതൽ കുട്ടികളെ ഫിസിക്കലി ആക്റ്റീവ് ആക്കൽ യഥാർത്ഥത്തിൽ രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. എല്ലാ കുട്ടിയും ഫിസിക്കലി ആക്റ്റീവാണ്. ആ ഫിസിക്കലി ആക്റ്റീവ് നമുക്ക് രസമായിട്ട് തോന്നിയൊരു സാധനം, സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ കണ്ടിട്ടില്ലേ? ഈ ഏജിലുള്ള മഹാഭൂരിപക്ഷം കുട്ടികൾ സ്കൂളിലേക്ക് ഇങ്ങനെ വളരെ പതുക്കെയാണ് വരാം, ലോ എനർജിയിൽ. എന്നിട്ട് ആ കുട്ടി ആ സ്കൂൾ വിട്ട് 4:30 മണിയാകുമ്പോൾ പിന്നെ പോകുന്നൊരു പോക്കുണ്ട്, അത് വളരെ എനർജിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബൈ ബർത്ത്. കാലം എത്ര മാറിയാലും എത്ര ഡിജിറ്റൽ ഡിവൈസസ് വന്നാലും ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹവും ക്യൂരിയോസിറ്റിയിലും മാറ്റമില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. ഇതിനെ കൃത്യമായിട്ട് രക്ഷിതാക്കൾ നിസയെ പോലെയുള്ള, നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു ഔട്ടായിട്ട് ഞാൻ കാണുന്നത് കുറച്ചെങ്കിലും രക്ഷിതാക്കൾ വന്ന് ഞങ്ങളും ഇതേപോലെ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലൊക്കെ എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 ഇയേഴ്സിൻ്റെ ഒക്കെ ഒരു ട്രെയിനിങ് വേണ്ടി വരും മിനിമം. അതേസമയത്ത് ആ വീടുകൾക്കകത്തുള്ള തുരുമ്പ് പിടിച്ച് കിടക്കുന്ന സൈക്കിളില്ലേ, അത് ഈ വെക്കേഷൻ കാലത്ത് പുറത്തിറങ്ങിയാൽ തന്നെ നമ്മൾ പറയുന്ന ഒരു ഹാപ്പി സ്കൂള് സാധ്യമാവുന്നതാണ്. ഫിസിക്കലി ആക്റ്റീവ് ആവുക, കുട്ടികളുടെ ക്യൂരിയോസിറ്റിയെ മാക്സിമത്തിൽ രക്ഷിതാക്കളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു. ഓക്കെ, ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളത് പലപ്പോഴും നമ്മളെ പാരൻസൊക്കെ അതിൻ്റെ ഒരു ഔട്ട്കം ഇപ്പോൾ നേരത്തെ ഷുക്കൂർ സർ പറഞ്ഞതിന് സപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്, കേവലം ഫിസിക്കലി ആക്റ്റീവ് ആവുക മാത്രമാണെന്ന് കരുതാണ്. ഫോർ എക്സാമ്പിൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവരിങ്ങനെ അധികം കളിക്കേണ്ട ആവശ്യമില്ല, എക്സസൈസ് പോകേണ്ട ആവശ്യമില്ല, ജിമ്മ് പോകേണ്ട ആവശ്യമില്ല, ഡെഫിനറ്റ്ലി പോകേണ്ട ആവശ്യമില്ല. അവരിപ്പോൾ ഒക്കെ ഫിസിക്കലി ഒക്കെ ഫിറ്റാണ്. ഒരു ഏജ് വരുമ്പോൾ, അതായത് ഫിസിക്കൽ ആക്റ്റീവ്നെസ് എന്നുള്ളതിനെ ഒരുപാട് കാലം ജീവിക്കാനുള്ള, ഫ്യൂച്ചറിൽ സെല്ലിലൊന്നും പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു പ്രോസസ്സായിട്ടാണ് പലപ്പോഴും കാണുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതിന് വേറെയും ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പം മേ ബി അക്കാഡമിക് ആസ്പെക്റ്റുകളിൽ, കമ്മ്യൂണിക്കേഷൻ ആസ്പെക്റ്റുകളിൽ. അപ്പോൾ ഫിസിക്കലി ഇവർ ഇത്ര ആക്റ്റീവാണ് എന്നുള്ളത് ബാക്കിയുള്ളൊരു ആസ്പെക്റ്റുകളിൽ അവരുടെ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിനും എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? ഫിസിക്കലി ആക്റ്റീവ് ആവുന്ന കുഞ്ഞുങ്ങൾക്ക് എവിടെ ചെന്നിട്ടും അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. അവർക്ക് പേടി കാണത്തില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണത്തില്ല. ഏത് ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവിട്ടാലും അവരത് മിങ്കിളാവും. അതാണ് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് ഒരു സംസാരിക്കാനോ ആൾക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുവിട്ടെങ്കിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് വലിഞ്ഞു പോകും. അങ്ങനൊരു ബുദ്ധിമുട്ട് വരത്തില്ല. അത് ഫിസിക്കൽ ആക്റ്റീവായിട്ടിരിക്കുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഇപ്പം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മുന്നോട്ട് കയറി നിന്ന ഒരു ലീഡിങ് കപ്പാസിറ്റി കുറയുമെന്നാണ് എൻ്റെ ഒരു നിങ്ങളെ മക്കളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. തന്നെയാണ് ടെക്സ്റ്റ് ബുക്കും അതന്നെ, റിസർച്ചും അതന്നെ പറയുന്നത്. മാർട്ടിൻ സെലിഗ്മാൻ്റെ നമ്മളെ പോസിറ്റീവ് സൈക്കോളജിയെ കുറിച്ച് പറയുന്ന മാർട്ടിൻ സെലിഗ്മാൻ വേൾഡ് ഹാപ്പിനെസ് കോൺക്ലേവിൽ ഇങ്ങനെ
അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാക്ക് എന്ന് ഒരാൾ പറഞ്ഞു, ശരി ഈ പറയുന്നതൊക്കെ നിങ്ങൾ ലൈഫിലൊരു ലെവലെത്തിയ ആളുകൾക്കുള്ള, അതായത് സാമ്പത്തികമായി മുന്നേറിയ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ലാത്ത ആളുകൾക്കുള്ളതല്ലേ. ഞാനൊക്കെ ഓൾറെഡി എൻ്റെ ജോലിയൊക്കെ ചെയ്ത് തളർന്ന് ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സലിക്മാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊന്ന് മുന്നോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇയാളോട് പറഞ്ഞു കുറച്ച് സ്പീഡിൽ വരും. അങ്ങനെ ഒരു 100 ആരോ വന്നിട്ട് അയാളോട് പറഞ്ഞു തിരിച്ചതേപോലെ പോകും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താണ് ഇപ്പോൾ ഇതിങ്ങനെ പരിപാടി ചോദിച്ച് നോക്കിക്കുമ്പോൾ അയാളോട് പറഞ്ഞു, ഇനി നിങ്ങളെ ബോഡി ഒന്ന് സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യും. ആ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയാൽ, പ്രത്യേകിച്ചും രക്ഷിതാക്കളോട് എനിക്ക് ഈ ഒരു വെക്കേഷൻ കാലത്ത് പറയാനുള്ളത്, നമ്മൾ പണ്ട് കളിച്ചിരുന്ന എല്ലാ കളികളും, നോട്ട് നിരോധിച്ചതിൻ്റെ കൂടെ വേറെ ഒന്നും നിരോധിച്ചിട്ടില്ല. നമ്മൾ പണ്ട് കളിച്ചിരുന്ന എല്ലാ കളികളും ഇന്നുണ്ട്. നമ്മൾ പണ്ട് ചെയ്തിരുന്ന, ഇനിയിപ്പോൾ നമ്മൾ സ്ഥലമില്ല എന്നാണെങ്കിൽ പോലും ഉള്ള സ്ഥലത്തിനകത്ത് നമുക്ക് ഫിസിക്കലി ആക്റ്റീവ് ആകാനുള്ള ഒത്തിരി ഗെയിമുകളുണ്ട്. ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ ബ്രെയിനിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് ഇപ്പം നമ്മളെല്ലാവരും AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണം. ദയവായി എനിക്ക് ഈ എന്നെ കേൾക്കുന്ന ആളുകളോട് പറയുന്നത്, ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികളെ ആക്റ്റീവ് ആകുമ്പോൾ ഉണ്ടാകുന്ന, നേരത്തെ നിസ പറഞ്ഞ എല്ലാം കൃത്യമായി സ്റ്റഡീസ് എൻഡോസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ഫിസിക്കലി ആക്റ്റീവ് ആകുന്നതോടുകൂടി ആ കുട്ടി മെൻ്റലി ആക്റ്റീവ് ആവും, കൊഗ്നിറ്റീവ്ലി ആക്റ്റീവ് ആവും, ഇമോഷണലി സ്റ്റേബിൾ ആവും, കാമാവും. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ടായാൽ അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ശരിയാവുമെന്ന് നേരത്തെ നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചു. നമ്മൾ ഇവരിറങ്ങി വരുന്ന അതേ സമയത്ത് തന്നെ ഇവിടുത്തെ ഒരു വലിയൊരു പൊളിറ്റീഷ്യൻ ഈ മാളിലൊക്കെ എത്രയോ തവണ വന്ന ഒരാളാണ്. പക്ഷെ പുള്ളി അവിടെ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് എങ്ങനെ പോകേണ്ടതെന്ന് അറിയാത്ത, ഞാനൊക്കെയും പലതവണ വന്നിട്ടുള്ള കൺഫ്യൂഷൻ. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു കൺഫ്യൂഷനില്ല. അവർക്ക് കൺഫ്യൂഷൻ വന്നാൽ അറ്റ് ദ മൊമെൻറ്റ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ ഒരാളോട് അത് ചോദിക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംസാരം കേൾക്കുന്ന ആളുകൾക്ക് പോകേണ്ട ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർ സ്വയം മനസ്സിലാക്കട്ടെ. എന്നിട്ട് ഈ നേരത്തെ ഒന്നുകൂടി പറയണേ, ഒരു വീട്ടിൽ പോലും തുരുമ്പെടുത്ത ഒരു സൈക്കിളും ഉണ്ടാവരുത് ഈ വെക്കേഷൻ കഴിയുമ്പോൾ. അങ്ങനെ ഒരു ഹാപ്പി സ്കൂൾ ഈ വെക്കേഷൻ കഴിയുമ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് കുട്ടികൾ അങ്ങോട്ട് ഓടിപ്പോവുകയും സ്കൂൾ കഴിയുമ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയും വളരെ സമാധാനത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വിദ്യാലയ വർഷം ഉണ്ടാവട്ടെ. അതിൽ നമ്മൾ ഈ സംസാരത്തിൽ എന്തെങ്കിലും ഒരു എലമെൻ്റ് ആളുകൾ കിട്ടിയാൽ പേഴ്സണലി ഓക്കെ. ആസ് എ കൺക്ലൂഡിങ് റിമാർക്സ്, ഈ ഷുഗർ സർ പറഞ്ഞുകൊണ്ട് അഡീഷണൽ ആയിട്ട് പാരൻസിനോട് എങ്ങനെയൊക്കെ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് തുടങ്ങാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു സജഷൻസ് ഹൗ? ഒരു ചോദ്യം കൂടെ അതിനോട് സപ്ലിമെൻ്റ് ചെയ്യാണ്, ഇവരുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്? അവര് ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ നോർമൽ എഴുന്നേക്കുന്ന സമയം തൊട്ട് പിന്നെ അവർ ഉറങ്ങുന്ന സമയം, അത് അവർ ഇപ്പൊ ഞാൻ നേരെ ഉച്ച സമയത്തൊക്കെ ഒന്നും കിടന്നുറങ്ങാൻ പറഞ്ഞെങ്കിലും അവർക്ക് ആവശ്യമില്ല. അവര് ഉറങ്ങുക ആവുന്ന അവരുടെ നിഘണ്ടുവിലുള്ള കാര്യമല്ല. അവരിങ്ങനെ ആക്റ്റീവായിട്ട് നടക്കും. പിന്നെ എന്തായാലും 4 to 6:30 മണി വരെ ഞങ്ങൾക്കൊരു ഇങ്ങനെ ഗ്രൗണ്ടിൽ പോയിട്ട് പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട്. അപ്പം അത് ഞങ്ങൾ മുടക്കാറില്ല. ഞങ്ങൾ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലത്ത് ഞങ്ങൾ കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യാം. അത് ഇന്ന കാര്യമൊന്നുമില്ല. അവരുടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മളത് എപ്പോഴും ചെയ്യിപ്പിക്കും. അപ്പം അതവർക്ക് അവരുടെ ഒരു റുട്ടീനായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനം ഇപ്പം പഠിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളെയും അവരെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കൊണ്ടുപോകും. ആക്ടിവിറ്റീസ് മാത്രമല്ലല്ലോ, സിനിമ കാണാനാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ചാൽ പേരൻസ് ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. തീർച്ചയായും ക്വാളിറ്റി ടൈം. നമുക്ക് ഒരു പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ പലപ്പോഴും ഇപ്പം ഈ ഫിസിക്കൽ ആക്ടിവിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായി കരാട്ടയ്ക്കൊക്കെ ചേർന്ന് 3-ാം ദിവസം ഈ പറയുന്ന അമ്മയുടെ വീട്ടിലോ ഉമ്മയുടെ വീട്ടിലോ വെക്കേഷൻ ആകുമ്പോൾ പോകും. പിന്നെ അതോടുകൂടി അതെന്തായി, അതവിടെ അവസാനിക്കും. പക്ഷെ ഇവർ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ, ഇവർ എവിടെ പോയാലും ആ ഒരു പെർട്ടിക്കുലർ ടൈം ആയാൽ അവരെ ഫിസിക്കൽ ആക്ടിവിറ്റി അവർ മുടക്കുന്നില്ല. ഇതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് നമ്മള് അതിന് പ്രത്യേക സ്ഥലമില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങള് ഇപ്പൊ മഴയാണെങ്കിൽ അകത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. വീടിനകത്ത് തന്നെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വലിയ ആധികാരികമായിട്ടൊന്നും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ഏതാണോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഐറ്റം കാണും. സ്കേറ്റിംഗ് ആണെങ്കിൽ സ്കേറ്റിംഗ് വീട്ടിനകത്ത് ചെയ്യാം. ഉള്ള സ്ഥലത്ത് ഇവന്മാർ തന്നെത്താനെയാണ് സ്കേറ്റിങ്ങും ബോർഡും എല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് ഇൻട്രസ്റ്റോടെ നമ്മൾ ആ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ അത് പഠിക്കണമല്ലോ. ഒറ്റ ദിവസം കൊണ്ടാണ് ഇതെല്ലാം പഠിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കാൻ സപ്പോർട്ട് കൊണ്ടാണ്
അവർക്കത് നേടണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ട്രെയിനിങ്ങോ കോച്ചിങ്ങോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തിക്കാൻ പറ്റും. നമ്മൾ പാരൻസിൻ്റെ ഒക്കെ ഒരു കൺസേൺ ആണ്. ഓക്കെ, എൻ്റെ കുട്ടി അത്ര ആക്റ്റീവ് അല്ല, ആളുകളുടെ ഇടയിൽ കയറി സംസാരിക്കുന്നില്ല, ആളുകളുടെ ഇടയിൽ പെട്ടാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കൺസേണൊക്കെ. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് എൻ്റെ കുട്ടിയുടെ ഷൈനസ് മാറ്റുക അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ആക്റ്റീവ് ആക്കുക എന്നൊക്കെ പല പാരൻസും ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്, ഇപ്പം നിസാ മാമും ഷുക്കൂർ സാറും ഒക്കെ ആയിട്ടുള്ള സംസാരത്തിൽ മനസ്സിലായിട്ടുള്ളത്, അതൊക്കെ നമുക്ക് ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു ഫാക്റ്റായിട്ട് തോന്നിയേക്കാം. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന ഒരു കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ കുട്ടികളിലേക്ക് ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചെറിയ കുറച്ച് നേരത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇൻസൈറ്റ്, ഓക്കെ, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഓക്കെ നമുക്ക് നിസാ മാമും ഷുക്കൂർ മാഷും തന്നിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾക്കും ഈ ഒരു വെക്കേഷനിൽ ഈ ഒരു ടോക്കിൽ തന്നെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുക. കെട്ടിവെച്ച സൈക്കിളുകളൊക്കെ എടുക്കുക, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു സൈക്കിൾ വാങ്ങുക. നമുക്ക് സമയമുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റാവുന്നത്ര നമ്മളെ കുട്ടികളെ, എസ്പെഷ്യലി ഇന്നത്തെ ഈ മൊബൈൽ അഡിക്ഷൻ്റെ ഒക്കെ കാലത്ത് ഫിസിക്കലി ആക്റ്റീവ് ആവാം. തീർച്ചയായിട്ടും അത് അവർക്ക് ഒരുപാട് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റുകളും അവരുടെ ഒരുപാട് ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഫ്യൂച്ചറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മക്കളാവാൻ നമ്മളെ മക്കൾക്ക് സാധിക്കുകയും ചെയ്യും. എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം, പ്രാർത്ഥന. താങ്ക് യു.